മമ്മൂക്ക പറഞ്ഞതുപോലെ നിങ്ങളൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നടനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ക്യാരക്ടർ എഴുതാതിരിക്കുക. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നടന്റെ പല ക്യാരക്ടറിസ്റ്റിക്സും നമ്മുടെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ ചാൻസും ഉണ്ട്. ആ ഒരു ക്യാരക്ടർ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറായി മാറത്തുമില്ല. എന്നാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറായിട്ട് സ്ക്രാച്ചിൽ നിന്ന് എഴുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ഡെപ്ത് ഉണ്ടാവും. ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യാരക്ടറിനെ, ഇതിപ്പോ എൻ്റെ ഒരു ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം വെറും 3 സ്റ്റെപ്പിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു വില്ലൻ ക്യാരക്ടറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതേ മെത്തേഡിലൂടെ തന്നെ നിങ്ങളുടെ ഏതൊരു ക്യാരക്ടറിനെയും ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ്, ക്യാരക്ടർ ബാക്ക് സ്റ്റോറി. സെക്കൻഡ്, ക്യാരക്ടർ സ്കെച്ച്. തേർഡ്, ക്യാരക്ടർ റിവീൽ. ഈ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 3ാമത്തെ സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ ക്യാരക്ടറിനെ നിങ്ങൾക്ക് പുറത്തേക്ക് റിവീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സിനിമാറ്റിക് വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈംലെസ് സിറ്റി എന്നുകൊണ്ട് എൻ്റെ ഒരു ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എൻ്റെ ഒരു 10ഓളം ക്യാരക്ടേഴ്സിനെ ഇപ്പം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ ബ്ലാ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ കയറാം. ക്യാരക്ടർ ബാക്ക് സ്റ്റോറി. ഞാനിവിടെ എല്ലാം എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമുക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിലേ അത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂ. ഇപ്പം എന്തായാലും എനിക്കൊരു 10ഓളം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്തൊരു വില്ലൻ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് റംബോച്ച എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും മറ്റു കാര്യങ്ങളും കൂടെ ആയിരിക്കും ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങളൊരു പേനയോ പേപ്പറോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ആ എഴുതുന്നതാണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി. ഇപ്പം ഞാൻ റംബൂച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞുതരാം. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി, എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് കറക്റ്റ് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫിക്ഷണലായിട്ടുള്ള ഒരു പഴയ ഗ്രാമം. അവിടെയുള്ള ജനങ്ങളെല്ലാം ആരാധിച്ചിരുന്നത് കാക്കകളെയാണ്. നോർമൽ ആ ഗ്രാമത്തിലുള്ള മനുഷ്യരെ പോലെ തന്നെ അവൻ്റെ ഫാദറും മദറും എല്ലാം ഉൾപ്പെടെയുള്ള ആ ഒരു ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ റംബൂച്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ. ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഏജോ മറ്റു കാര്യങ്ങളോ അധികം ഒന്നും റിവീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി ഇത് ഒരു വേൾഡ് പോലെ നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3 എപ്പിസോഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് എനിക്കിത് പതിയെ ഇതെല്ലാം മനസ്സിലായി വരും. ഒരു യങ് ആയിട്ടുള്ളൊരു പയ്യനാണ് ഈ റംബൂച്ച എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഈ ജനങ്ങൾ ഈ കാക്കകളെ ഇങ്ങനെ ആരാധിക്കുന്ന അവൻ കണ്ട് വളരുകയാണ്. കുറച്ചൊന്ന് മെച്ചൂർഡ് ആവുന്ന സമയത്ത് അവന് തന്നെ തോന്നുന്നു ഈ കാക്കകളെ എൻ്റെ അടിമയാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം റംബൂച്ചയെ തന്നെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ പോലെ കാണുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം റംബൂച്ചയുടെ മനസ്സിൽ അവിടെ വെച്ച് വരുന്നു. ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഇതുപോലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ടും അവൻ വളർന്നു വന്ന സിറ്റുവേഷനും സാഹചര്യവും അങ്ങനെ ആയതുകൊണ്ടും പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ജനങ്ങൾ എന്തുകൊണ്ട് ഈ കാക്കയെ ആരാധിക്കുന്നു എന്നും അതെങ്ങനെയാണ് ഇങ്ങനൊരു സ്റ്റേജിലേക്ക് അവർ എത്തിയത് എന്നുള്ളതും എല്ലാം അവൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് അവൻ പഠിക്കുന്നു. അതെല്ലാം എവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഇനി വരും എപ്പിസോഡുകൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വേൾഡ് ഇത്രയും വലിയ വേൾഡാണ്. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും പലതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇവിടെ സ്പോയിൽ ചെയ്യാതെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഈ കാക്കകളെ റീപ്ലേസ് ചെയ്ത് ആ ഒരു സ്ഥാനത്തേക്ക് തൻ്റെ അടിമയാക്കിയിട്ട് മാറുന്ന ആ ഒരു സ്റ്റേജിലാണ് ആ ഒരു ഗ്രാമത്തിൽ വേറൊരു പ്രശ്നം ഉണ്ടാകുന്നത്. മറ്റു ഒരു വില്ലേജിലുള്ള ഒരു വലിയ ടീം, ആ ഒരു രാജാവും കൂട്ടരും കൂടി ഈ ഗ്രാമത്തെ നശിപ്പിക്കുകയും ഈ ഗ്രാമത്തിൽ അവസാനമായി അവശേഷിക്കുന്നത് ഈ റംബൂച്ച എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിരിക്കും. റംബൂച്ച ഒഴികെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും നശിച്ചു. ആ ഗ്രാമത്തിൽ ആ നശിച്ചു പോയ എല്ലാവരുടെയും ആത്മാക്കളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് റംബൂച്ച ഒരു പുതിയ പവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ആ പവർ തന്നിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് അത് ഫെയിലായി പോവുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു 2025 ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ശക്തി ആ ഒരു നശിച്ചു പോയ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടുകയും ആ ഒരാളുടെ കയ്യിൽ നിന്ന് ഈ ഒരു ശക്തിയെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം റംബൂച്ച എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു റംബൂച്ച എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ് ബിൽഡ് ആയതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെയാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറായി വളർന്നു വരുന്നതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അതായിരിക്കും നിങ്ങൾ എഴുതുന്നത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി നിങ്ങൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നോ അത്രയും റിസർച്ചും എഫേർട്ടും എടുത്ത് നിങ്ങൾ ഈ ഒരു ബാക്ക് സ്റ്റോറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബാക്കി 2 സ്റ്റെപ്പുകൾ ഈസി ആയിരിക്കും. ആ ഏജ് എഴുതുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റായ ഒരു അപ്പിയറൻസിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക്
നോട്ട് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഏജ് എഴുതി തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ ഓൾറെഡി ഒരു യങ് ഏജിൽ നിന്നാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബാക്ക് സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഈ ഒരു റംബൂച്ച എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. തൻ്റെ ആ ഒരു പവർ തിരിച്ചു വാങ്ങാൻ വരുന്ന ഒരു സ്റ്റേജിലാണ്, അവിടെ തൊട്ടാണ് ആ ഒരു റംബൂച്ച എന്ന ക്യാരക്ടർ ഒരു വില്ലൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് മാറുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ എപ്പിസോഡുകളിൽ കറക്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഏജ് കറക്റ്റ് എഴുതുക ബാക്ക് സ്റ്റോറിയിൽ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അപ്പിയറൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതണ്ട. ഒരു ക്യാരക്ടറിൻ്റെ ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഇമോഷൻസ് വൈസ് ആ ക്യാരക്ടർ കുറച്ച് ഇമോഷണലി വീക്കാണ്, അല്ലെങ്കിൽ കുറച്ച് ടെമ്പറാണ്, ഭയങ്കര ദേഷ്യമുള്ളൊരു ക്യാരക്ടറാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു ഹാബിറ്റോ ഹോബിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. അത്തരത്തിൽ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ക്യാരക്ടർ ബാക്ക് സ്റ്റോറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്യാരക്ടറിൻ്റെ ആ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്നത് ബാക്ക് സ്റ്റോറി ആയിട്ട്. ഇവിടെ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പണിയെടുക്കുന്നുണ്ടോ അത്രയും സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ. പിന്നെ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒരു ഹ്യൂമൺ ആണോ, അതല്ലെങ്കിൽ ഒരു ഏലിയൻ റിലേഷൻ, ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു ക്യാരക്ടറാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിസിഷൻ എടുത്ത് വേണം നിങ്ങൾ ബാക്ക് സ്റ്റോറി എഴുതുമ്പോൾ ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾ ബാക്ക് സ്റ്റോറിയുടെ ഉള്ളിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ക്യാരക്ടറിനെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി എഴുതാൻ പറ്റുമോ അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. അവിടെ എഴുതി നിങ്ങൾ സ്ട്രോങ് ആക്കുക. നമ്മൾ ബാക്ക് സ്റ്റോറി എഴുതി നിങ്ങൾ കംപ്ലീറ്റ് ആക്കി, നിങ്ങൾ ആ ഒരു ബാക്ക് സ്റ്റോറി നിങ്ങൾ അതിലെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയി, ഇതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ ജനിച്ചത് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആ ഒരു സ്റ്റെപ്പിലേക്ക് കയറാം, ക്യാരക്ടർ സ്കെച്ച്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ബാക്ക് സ്റ്റോറിയിൽ ചെയ്തെടുത്ത എഫേർട്ട് നമുക്കിവിടെ വർക്കാവും. കാരണം അവിടെ നമ്മൾ ഒരുപാട് പണി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് നേരം ആലോചിച്ച് ചിന്തിച്ചൊക്കെ എടുക്കേണ്ടി വരും. നിങ്ങൾ ബാക്ക് സ്റ്റോറിയിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്യാരക്ടറിൻ്റെ രൂപം വന്നിട്ടുണ്ടാവും. ഈ വന്ന രൂപത്തിനെ നമ്മളതിനെ ഒരു വിഷ്വലായിട്ട് മാറ്റണം. അതാണ് ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോൾ സ്കെച്ച് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഡ്രോയിങ് അറിയില്ല, അപ്പോൾ എങ്ങനെ എൻ്റെ മനസ്സിലുള്ള ആ ക്യാരക്ടർ ഞാൻ വരയ്ക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് AI അവൈലബിൾ ആണ്. കുറേ കാലം മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ വേറൊരു സ്കെച്ച് ചെയ്യുന്ന ഒരാളെ ഹെൽപ്പ് നിങ്ങൾ തേടിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ബാക്ക് സ്റ്റോറി ആ ക്യാരക്ടറിൻ്റെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ആ ആളിനെ കൊണ്ട് വരപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് AI ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഹെയർ എങ്ങനെയാണ്, നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ക്ലോത്തിങ് എങ്ങനെയാണ്, ഡ്രസ്സിങ് എങ്ങനെയാണ്, ഫേസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു പ്രോംപ്റ്റായിട്ട് ടൈപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്ത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ രൂപം നിങ്ങൾക്ക് ഒരു ഇമേജായിട്ട്, അതും ഡ്രോയിങ് പോലെയല്ല, അതാണ്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് എൻ്റെ റഫായിട്ട് എൻ്റെ ഇസ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വരച്ച് നോക്കിയതാണ്. ഞാൻ അത്ര ഡ്രോയിങ് ഒന്നും ചെയ്യുന്നതല്ല, എങ്കിലും ഒരു വിധത്തിലൊക്കെ വരച്ചൊക്കെ നോക്കിയതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഏകദേശം രൂപം നിങ്ങൾക്ക് കൊണ്ടുവരാം. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ChatGPT യൂസ് ചെയ്ത് നിങ്ങൾ ഈ ക്യാരക്ടറിന് ഇന്ന കാര്യങ്ങളെല്ലാം അതേപടി നിങ്ങൾ മെൻഷൻ ചെയ്ത് എഴുതുക. അതിപ്പോൾ ഹെയർ ആണെങ്കിൽ ഇന്ന കളർ ഹെയർ, ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ഹെയർ, ബ്ലാക്ക് കളർ ഹെയർ, ബിയേഡ് ഉണ്ടെങ്കിൽ ബിയേഡ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡ്രസ്സിൻ്റെ കളറായാലും ഷെയ്ഡ്സ് ആയാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. അതിപ്പോൾ ChatGPT ജസ്റ്റ് നിങ്ങൾ ഇത് ലിസ്റ്റ് പോലെ എഴുതിയിട്ട് മേക്ക് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു ലൈനായിട്ട് കൊടുത്ത് നിങ്ങൾ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഇതിനെ വെച്ചൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഇമേജ് ജനറേഷൻ ടൂളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ മാത്രമേ ഒരു ഇഷ്യൂ വരൂ. അതായത് നിങ്ങൾ ഒരിക്കൽ കിട്ടിയ നിങ്ങളുടെ ക്യാരക്ടറിനെ വീണ്ടും വീണ്ടും അതേ ക്യാരക്ടറിൻ്റെ രൂപത്തിൽ കിട്ടുക എന്ന് പറയുന്നത് AIയിൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് ഡ്രോയിങ് അറിയാമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രോയിങ് എൻ്റെ പഴയ സ്കില്ലിനെ ഒന്നും കൂടി പൊടിതട്ടി എടുത്താണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരച്ചൊക്കെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രോയിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അതേസമയം നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം, AIയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് വൈസുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ, ഈ നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ രൂപം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ രൂപം നിങ്ങൾ സ്കെച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഈ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്ക് സ്റ്റോറിയും ഈ ഒരു സ്കെച്ചും വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ ബാക്ക് സ്റ്റോറിയുമായി സൂട്ടായിട്ടുള്ള ക്യാരക്ടറാണോ നിങ്ങൾ വരച്ചെടുത്തിട്ടുള്ളത് എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ രൂപവും കാര്യങ്ങളും ഒക്കെ അതുമായി സൂട്ടായിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. വെരിഫൈഡായി എല്ലാം സെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാം, ക്യാരക്ടർ റിവീൽ.
ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ ക്യാരക്ടറിനെ നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ക്യാരക്ടറെ നിങ്ങളിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ക്യാരക്ടറിന് വേണ്ടി പറ്റിയ ഒരു ആക്ടറിനെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ബാക്ക് സ്റ്റോറിയും അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുത്ത അപ്പിയറൻസും എല്ലാം കൂടെ വെച്ചിട്ട് ഇന്ന രീതിയിൽ ഈ ക്യാരക്ടർ സൂട്ടാവുന്ന ഒരു ആക്ടർ ഇതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ആ ഒരു ക്യാരക്ടറിന് ഈ രീതിയിൽ അപ്പിയറൻസ് നിങ്ങൾ മാറ്റണം. മേക്കപ്പ് ആയാലും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണോ വരച്ചു വെച്ചിരിക്കുന്നത് ആ രീതിയിലേക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ രൂപം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ക്യാരക്ടർ റിവീൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത്. ഇതിപ്പോൾ സിനിമയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സിനിമയ്ക്കുള്ളിലെ ആ ഒരു കഥ, ആ ഒരു പ്ലോട്ടിലേക്ക് നിങ്ങൾ ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത് നിങ്ങൾ ജനിപ്പിച്ച ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ അവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. പിന്നെ നടക്കുന്നതൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണും. 2D 3D ഇത്തരത്തിലുള്ള ആനിമേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ 3Dയും 2Dയും ഒക്കെ നിങ്ങൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ആ ഒരു നമ്മുടെ സ്റ്റോറി അനുസരിച്ചുള്ള വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് 3Dയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ഒരു കാർട്ടൂണായിട്ട് റിവീൽ ചെയ്യാം. ഇത് രണ്ടുമല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇപ്പം എന്നെ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഒരു ഷോക്കേസ് ചെയ്ത അതിൻ്റെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ജനിക്കുന്ന ആ ഒരു സ്റ്റേജിനെ എല്ലാം ഷോക്കേസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഈ ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്കൊരു സിനിമയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ എടുക്കുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പണിയെടുത്ത് വയ്ക്കാം. ഞാനാണെങ്കിൽ എൻ്റെ ക്യാരക്ടേഴ്സിനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം ആ ക്യാരക്ടേഴ്സ് എവിടെയാണ് ജീവിക്കേണ്ടതെന്നുള്ള വേൾഡും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എവിടെ ജീവിക്കണം എന്നുള്ള വേൾഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ടും കൂടിയാണ് ഇവിടെ ഷോക്കേസ് ചെയ്ത് വരുന്നത്. സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ വേൾഡിനകത്ത് നമ്മുടെ ഈ ഒരു ക്യാരക്ടേഴ്സ് ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലും ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഒപ്പം എൻ്റെ ഈ ക്യാരക്ടേഴ്സിനെയും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ടൈംലെസ് സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ വേൾഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്രയും ക്യാരക്ടേഴ്സ് ജീവിക്കുന്നത്. ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സുകൾ ഫ്യൂച്ചറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇസ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറാണ് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് വരും വീഡിയോസിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്പുകൾ, ക്യാരക്ടർ ബാക്ക് സ്റ്റോറി, ക്യാരക്ടർ സ്കെച്ച്, ക്യാരക്ടർ റിവീൽ ഫോളോ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വരുന്നുണ്ട്. ഞാനിതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു 3 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ കൂടി നിങ്ങൾ ടൈം എടുത്ത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഒരു സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു റിവീൽ വരെ കൊണ്ടെത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സക്സസ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻസും ഡൗട്ടുകളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ആ ഒരു എപ്പിസോഡ്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ എപ്പിസോഡ് 4 ഉടനെ വരുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി ഹൈപ്പും കൂടി ഒന്ന് കൊടുത്തേക്കുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.